കഴിക്കണം മിനി. ശാഠ്യം പിടിക്കാതെ. എനിക്ക് വേണ്ട. മരുന്ന് കഴിക്കാൻ ഞാൻ രോഗം കൂടില്ല ഏട്ടത്തേമ്മേ. എനിക്ക് എത്രയും വേഗം എന്റെ മോളുടെ അടുത്ത് എത്തിയാ മതി. അരുതാത്തൊന്നും പറയാതെ. നീ കൂടെ പോയാ പിന്നെ എനിക്കാരാ ഉള്ളത്? കൊക്കുമോളില്ലാതെ ഞാൻ സഹിക്കുന്നില്ലേ? മോളെ നശിപ്പിച്ചവരെ ശിക്ഷിക്കുന്നത് നിനക്ക് കാണണ്ടേ? അവരെ തൂക്കിലേറ്റുന്നത് കണ്ടാലേ എനിക്ക് തൃപ്തിയാവും. കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. ഞാൻ മിസ്റ്റർ രാജനെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. കേസ് അന്വേഷണം കഴിയുന്നത് വരെ മിസ്റ്റർ രാജൻ ലീവ് എടുക്കണം. സർ, ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുവായ അഭിപ്രായം അതാണ്. കൊല്ലപ്പെട്ടത് മിസ്റ്റർ രാജന്റെ സഹോദരപുത്രിയാണ്. സർ, ഇന്നാണോ അതറിയുന്നത്? കേസ് അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായതാ. അന്വേഷിച്ചിടത്തോളം വിവരങ്ങളും തെളിവുകളും ഡിപ്പാർട്ട്മെന്റിന് കൈമാറണമെന്നാണ് കൽപ്പന. കൽപ്പന വൈകിയതിലേ എനിക്ക് അത്ഭുതമുള്ളൂ. മുമ്പും സാർ എന്നോട് പലതും കൽപ്പിച്ചതല്ലേ? പ്രതികളുടെ ബാങ്ക് ബാലൻസ് അനുസരിച്ച് കുറ്റപത്രം മാറ്റി മറിച്ചു എഴുതാൻ. രാജൻ, ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഡിപ്പാർട്ട്മെന്റിന്റെ അച്ചടക്കം രാജൻ അറിയാമല്ലോ. ഉത്തരവനുസരിക്കാനല്ലാതെ എതിർക്കാൻ കഴിയുമോ? സാർ എന്നെ പുതിയതായി അച്ചടക്കമൊന്നും പഠിപ്പിച്ചു തുടങ്ങണ്ട. ഭരിക്കുന്നവന്റെ വളർത്തുപട്ടിയെ പോലും സല്യൂട്ട് ചെയ്യാൻ മുമ്പേ പരിശീലിപ്പിച്ചു വിട്ടതല്ലേ? സോറി മൈ ബോയ്. എത്ര സംസാരിച്ചാലും ഈ അവസ്ഥയിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. സോ ഇതാ നിങ്ങളുടെ ലീവ് ഓർഡർ. ടേക്ക് ഇറ്റ്. താങ്ക് യു സാർ. രാജിവെക്കുന്നു എന്ന് പറയുന്നത് നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായതാ? ഏട്ടാ, ഞാൻ ആദ്യമായിട്ടാ ഞാൻ നിന്നെ തല്ലുന്നത്. പെട്ടെന്ന് എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആ തെമ്മാടികൾ ശിക്ഷിക്കപ്പെടുന്നത് കാണാനാടാ ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. രാജിവെച്ച് കേസിൽ നിന്ന് നീ അവരെ സഹായിക്കാൻ പോകണം. ഏട്ടൻ എന്റെ നിസ്സഹായത മനസ്സിലാക്കുന്നില്ല. വിധിനായി എഴുതി വെച്ച വിചാരണ നടക്കുന്നത്. അവര് വെറുതെ വിടുകയുള്ളൂ. ഇല്ലടാ, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലാത്തവളാ എന്റെ മോള്. അവളെ നശിപ്പിച്ചവർ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. എനിക്കത് ഉറപ്പാ. ഏട്ടൻ ആവശ്യത്തിലേറെ നന്മ പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ വേദന മാത്രം പകരം കിട്ടുമ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്ന എന്റെ പേടി. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഒരിക്കലും എനിക്ക് എന്റെ ഏട്ടൻ നഷ്ടപ്പെടരുത്. അത്രമാത്രം. ഞാനൊന്ന് റോയൽസിലോട്ട് തന്നെ കുട്ടിക്കൂടാ. രാജ, കാറെടുത്തോണ്ടോ? ഹലോ, ദോഷം പറയരുത്. നല്ലൊരു മോളെ. എന്ത് ചെയ്യാം, ചത്തുപോയില്ലേ? അതിനെന്താ, അമ്മാവൻ കിണഞ്ഞെന്ന് ശ്രമിച്ച അതുപോലൊരു പൈങ്കിളി പോലെ ഇനിയും. ഗോപിനാഥൻ, ഏട്ടൻ വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. വന്ന വിവരം പറയാം. വേണ്ട, തമ്മി കാണുമ്പോ വിഷമം കൂടുള്ളൂ. പോകുമ്പോ കാണാം. ഇരിക്കും. രാജൻ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? പോകണ്ടെന്നാ തീരുമാനിച്ചത്. ഞാൻ തിരിച്ചെല്ലാൻ കാത്തു നിൽക്കാണ് ഡിപ്പാർട്ട്മെന്റ്. പകരം വീട്ടാൻ ട്രാൻസ്ഫറും സസ്പെൻഷനും ഒക്കെ ആയിട്ട് അവരെന്നെ പന്ത് കെട്ടി കളിക്കും. അത് പണ്ടായിരുന്നു. ഇപ്പോഴേ
ഈ മന്ത്രിസഭ നിലനിൽക്കുന്നത് തന്നെ ഞങ്ങൾ 5 MLA-മാരുടെ ഭൂരിപക്ഷത്തിലാ. ഞങ്ങൾ ഒന്ന് തിരിഞ്ഞാൽ നടക്കണു. ആഭ്യന്തരമന്ത്രിക്ക് വാശി. 1-ാം പ്രതി അയാളുടെ മകനായിരുന്നു. അവൻ ആഭ്യന്തരമന്ത്രിയുടെ മകനാണെങ്കിൽ ആ മന്ത്രി നിലനിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ മരുമകനാണ് നീ. പിന്നെ ആര് പേടിക്കാനാ? അമ്മാവ, ഞാൻ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത രാജൻ. നിന്നെ എന്നല്ല, നിന്റെ ഷൂസിന്റെ ലേസ് പോലും ആരെങ്കിലും അഴിക്കാൻ വന്നാൽ അതിന്റെ പിറ്റേ ദിവസം അവിശ്വാസ പ്രമേയ. ജനാധിപത്യത്തിന്റെ ആകെ കൂടുതലുള്ള സൗകര്യം അതല്ലടോ. ഭരിക്കുന്നവന്റെ 10 വോട്ടിനും ഓരോ വോട്ടിനും തുല്യവിലയാ. നിർണായകം. അവനെങ്ങോട്ടാ? ഡിപ്പാർട്ട്മെന്റ് എന്നോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ജോലി തുടർന്നോളാൻ. നാണമില്ലേടാ നിനക്ക് ഈ വേഷം ഇട്ട് നടക്കാൻ? നാണിക്കേണ്ടതാ. പക്ഷെ നാണവും മാനവും ഈ ഉദ്യോഗത്തിന് ആവശ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. രാജാ, എനിക്കിനി ഒരേ ഒരു ആദർശമേ ഉള്ളൂ. കിട്ടുന്ന ഓരോ പഴുതിലൂടെയും കുക്കുമോളുടെ മരണത്തിന് പ്രതികാരം ചെയ്യുക. ഞാൻ ഈ തൊപ്പി ഊരി എറിഞ്ഞാൽ ജയിക്കുന്നവനായിരിക്കും. നല്ലവനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ മോഹിച്ചവനാണ് ഞാൻ. പക്ഷെ അതെന്നെ തന്നെ തിരിച്ചടിച്ചു. ഇനി എനിക്ക് പിഴവ് പറ്റില്ല. ഈ കുപ്പായത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ എന്റെ തിരിച്ചടി തുടങ്ങാൻ പോവുകയാണ്. ഹലോ, പോയത് പോട്ടെന്നേ, പ്രായം അധികമൊന്നും ആയില്ലല്ലോ. ഇപ്പൊ തന്നെ ശ്രമിച്ചാ ഒരു കുഞ്ഞുകൂടി ഉണ്ടാവും. പ്ലീസ് ലീമേ, ഒറ്റയ്ക്ക് വൈകി പറഞ്ഞോളൂന്നേ. വേണമെങ്കിൽ ഞാനും കൂടി സഹായിക്കാം. ഒരു പേടി സാർ, ഒരു പേടി. നാളെ കൊണ്ടുവരാം. നാളെ തരൂ സാർ. കൊണ്ടുവരാം. അയ്യോ വേണ്ട, അയ്യോ വേണ്ടേ. അവന് വല്ല പ്രാന്ത. ഓടാവിടുന്ന് മനസ്സിലായില്ല. എന്നെയോ? ഞാൻ ആരോഗ്യ വകുപ്പ്, ഈ മെന്റൽ ഹോസ്പിറ്റൽ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാ. വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം സെക്രട്ടറി. പൊന്നു സാറേ, എത്ര കാലമായി സാറിനെ ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. ഒരു ഭ്രാന്തും ഇല്ലാതെ എന്നെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കുക. സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. നേരാണോ? സാറിന് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ക്ലീൻ ക്ലീൻ. എങ്കിൽ എന്റെ കാര്യം സാറ് സൂപ്പറിനോടൊന്ന് പറയണം. എനിക്ക് ഭ്രാന്തില്ലാന്ന് സൂപ്പറിനറിയാം. സാറ് പറഞ്ഞാ കേക്കും. ഞാനേറ്റു. ഗോപിനാഥൻ എന്ന ഭ്രാന്തില്ലാത്ത കൊലയാളിയെ തിരഞ്ഞാ വന്നത്. കൂട്ടത്തിൽ നിന്റെ കാര്യവും ഞാൻ ശക്തിയായിട്ട് ആരോപിക്കാം. സാറിനെ ദൈവം രക്ഷ. പോട്ടെ.
ഓർമ്മയുണ്ട് ഇഷ്ട ആ പിന്നെ മറക്കാൻ നോക്കോ നോക്കി ഞാൻ ഇപ്പൊ വരാം ഓർമ്മയുണ്ട പോടാ പോടാ ഒക്കെ മുഴുവൻ ഭ്രാന്തന്മാര്. ഇതൊരു ഭ്രാന്തൻ, അതൊരു ഭ്രാന്തൻ. ഹലോ അങ്ങോട്ട് ഇരിക്കണം.